Hi there, I'm your friend ഷെമി JP. അപ്പോൾ ഞാൻ ഇന്ന് രാവിലേക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളൊരു ഫീലിങ്ങിനെ പറ്റിയിട്ട് പറയാനുണ്ടാക്കിയൊരു വീഡിയോ ആണിത്. ബേസിക്കലി മറ്റൊന്നുമല്ല, എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, റിഗ്രറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് പ്രോബബ്ലി ലൈക്ക് ദ വേഴ്സ്റ്റ് ഫീലിംഗ്. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളിൽ നിന്ന് അഫക്റ്റഡ് ചെയ്യുന്ന ടൈപ്പ് ഫീലിംഗ് മേ ബി റിഗ്രറ്റ് ആയിരിക്കാമെന്ന്. അപ്പോൾ പറയുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ടൊക്കെ തോന്നും. വൺ ഓഫ് ദി തിങ്, എൻ്റെ ക്ലാസ് 12th ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അത്രയും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് Day 1 തൊട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എല്ലാ കുട്ടികൾക്കും എക്സാം ടൈം എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആയിരിക്കില്ലേ, ആദ്യം തൊട്ട് തന്നെ ചോദ്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ഉള്ളത്. ബട്ട് എൻ്റെത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഡീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ് 11th എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ ക്ലാസ് 11th പ്രത്യേകിച്ച് CBSE ആണെങ്കിലും ആരാണെങ്കിലും സയൻസ് സ്ട്രീം ആണെങ്കിൽ തന്നെ നമ്മൾ ചേരുന്ന ടൈമിൽ നമുക്കൊരു ബോധം ഉണ്ടാവില്ല. 10th സയൻസൊക്കെ വന്നു കഴിഞ്ഞ് മേ ബി 10th നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ് 11th സയൻസൊക്കെ എടുത്തായിരിക്കും. അപ്പോൾ ക്ലാസ് 11th തുടങ്ങുമ്പോഴാണ് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പ്രത്യേകിച്ച് ഫിസിക്സിനകത്ത് ഒന്നാമത്തെ പാഠം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം ഇനി വരാൻ പോകുന്ന +1ലെയും +2ലെയും പാഠങ്ങൾ മുഴുവൻ കൂട്ടിയിട്ടുള്ള അതിനകത്തുള്ള എല്ലാ ഇക്വേഷൻസും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ആദ്യം തന്നെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി എന്തോ ഒരു ഷോക്കിലാവും. ഓക്കെ, ക്ലാസ് 11th തുടക്കത്തിൽ. പിന്നെ ഇപ്പോൾ എന്താ, കെമിസ്ട്രിക്കകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം 10th കണ്ട കുറച്ചൊക്കെ കാര്യങ്ങൾ വരും. ബട്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പ്രശ്നമാണോ എന്നൊക്കെ തെർമോഡൈനാമിക്സ് ഒക്കെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു രീതിയിലെത്തുന്നത് കാണാൻ കഴിയും. ബയോളജിയാണ് പിന്നെയും ഭയങ്കര ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു സംഭവം. ജസ്റ്റ് അവിടെയെങ്കിലും ഒരു ഇതില്ലാന്ന്. പിന്നെ മാത്സിൻ്റെ കേസിൽ +1 മാത്സ് സെറ്റ്സൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ അങ്ങനെയൊക്കെയാണ് +1 കഥ എന്ന് പറയുമ്പോൾ. തുടങ്ങുന്ന ടൈമിൽ ഫിസിക്സ് ആയിരിക്കും ഒന്നൊന്ന് പ്രശ്നം ഉണ്ടാവുക. ബട്ട് പിന്നെയാണ് നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുക. +1 ചേർന്നിട്ടുള്ള ഫസ്റ്റിലെ ടൈമിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന കാര്യം നമുക്കറിയില്ല. കുറേ സംഭവങ്ങൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്തു കൊടുക്കും. എന്നും പഠിക്കണം എന്ന് വിചാരിക്കും. ചിലപ്പോൾ 1-2 ദിവസം നമ്മൾക്ക് ഭയങ്കര ഒരു ടെൻസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ലോഡായി തോന്നും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് 11th നമ്മൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടർ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കേസിൽ സംഭവിച്ചു, ഞാൻ 100 പ്രാവശ്യം ചാനലിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, കെമിസ്ട്രീനകത്ത് കെമിക്കൽ ബോണ്ടിങ് ഏറ്റവും ആദ്യം എടുത്ത പാഠമായിരുന്നു. സോ അതോടുകൂടി കെമിസ്ട്രിയുടെ +1 കുറേ ബേസ് പോയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഫിസിക്സ് +1 പഠിക്കാത്ത കാരണമാണ് അത്രയ്ക്ക് അറിയാഞ്ഞത്. കാരണം തുടങ്ങുന്ന ടൈമിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം, കാരണം ഞാൻ എത്രത്തോളം ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, കുട്ടികളെ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിനകത്തൊക്കെ പറയാറുണ്ട് +1 തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ടാവാറുണ്ട്. ബട്ട് പിന്നെ +1 അവസാനം എത്തുമ്പോഴാണ് കുറച്ചൊക്കെ ബോധം വരുന്നത്. +1 കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി +1 ഫസ്റ്റ് തൊട്ട് തന്നെ എനിക്കിപ്പോൾ ഉണ്ടാകുന്ന റിഗ്രറ്റ്സ് എല്ലാം ശരിയാക്കാൻ നോക്കുക. ഓക്കെ, കാണുന്നവരുണ്ടെങ്കിൽ. സോ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ് +1. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം +2 എൻഡാവാൻ പോവാണ് ഗൈസ്, എത്ര പെട്ടെന്നാണ്. സോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. +1 ലാസ്റ്റാണ് ഒട്ടുമിക്ക നമ്മളെല്ലാവർക്കും ഒരു ബോധം എത്തുക, ഇങ്ങനെയാണ് പഠിക്കേണ്ടി, അങ്ങനെയാണ് പഠിക്കേണ്ടി, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കേണ്ടത്, ഇതൊക്കെയാണ് സയൻസിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ബോധം +1 അവസാനം എത്തുന്നത്. അപ്പോൾ ഞാൻ +1 അല്ലെങ്കിൽ ക്ലാസ് 11th വെക്കേഷൻ നല്ല രീതിയിൽ ഫിസിക്സിൻ്റെ NCERT ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ എക്സാമ്പിൾസും ചെയ്ത് നോക്കാനൊക്കെ യൂസ് ചെയ്തിരുന്നു. സോ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. അതൊക്കെ സെറ്റായിരുന്നു. അന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ അടിപൊളി തന്നെയാണ്. അന്ന് അത്രയും ട്രൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചേലും അറിയുന്നത്, അല്ലെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്ത ശേഷം പിന്നെ +2 തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില സംഭവങ്ങളൊക്കെ ഓർഡറിലെല്ലാം എടുക്കുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നൊരു സംഭവമായിരുന്നു, നമ്മുടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ NCERT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് വിട്ട് നിന്ന് കഴിഞ്ഞിട്ട് അന്നത്തെ NCERT ഫുള്ള് അന്നിരുന്ന് പഠിക്കും. മോസ്റ്റ്ലി ട്രൈ ചെയ്യും. ചില ദിവസങ്ങളിലൊക്കെ എടുത്തതിൻ്റെ 70% NCERTയിൽ ഓരോ ലൈൻ ബൈ ലൈൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ എടുത്തിരുന്നത്. അപ്പം ഞാൻ ചെയ്തിരുന്ന ഒരു വലിയൊരു രണ്ട് മിസ്റ്റേക്ക്, ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഫീൽ ചെയ്യിപ്പിക്കുന്ന സംഭവം. ഞാൻ NCERTക്ക് ഫോക്കസ് കൊടുത്തു, ശരിയാണ്, നല്ലതാണ്. ബട്ട് ഒരുപാട് ടൈം എടുത്തു.
എന്ന് വെച്ചാൽ വന്ന് കഴിഞ്ഞിട്ടുള്ള ടൈം ആകെ കുറച്ചുള്ളൂ. 2 hours ഓൾമോസ്റ്റ് ട്രാവലിങ്ങിന് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7-8 hours സ്കൂൾ എടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം 3 to 4 hours വീട്ടിനകത്ത് കിട്ടുള്ളൂ. അതിനകത്ത് തന്നെ 2 to 3 hours ഒക്കെ നമ്മൾ വിചാരിച്ചാലും കഴിയുള്ളൂ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു യൂണിവേഴ്സൽ ഫീലിംഗ് ആണ് ഈ ഒരു സംഭവം. സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡ് ആവുന്നൊരു ഇത് ഞാൻ സംസാരിച്ച ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ഒരു ടയേർഡ് ഫീലിംഗ്. അതിൻ്റെ മേലെ കൂടെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയായൊന്നുമില്ല. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി പോസിബിൾ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്തു, അതൊക്കെ ഉണ്ടായി. ബട്ട് ഞാൻ പറഞ്ഞു വന്ന് എവിടെയാണ് എത്തിയെന്ന് എനിക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഫിസിക്സിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ PYQ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, PYQ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻഡയറക്റ്റ് രീതിയിലൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് അടിപൊളി ഫീലിംഗ് ആണ്. ഓ, ഇങ്ങനെയൊക്കെ ആലോചിച്ചു ഇവർ സമ്മതിക്കണ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവർ ഭയങ്കര ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നും. ബട്ട് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ CBSEയുടെ കേസാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അടിപൊളിയാണ്, കുറച്ചൊക്കെ കോൺസെപ്ച്വലായിട്ട് ഉള്ളിലൂടെ കയറിയിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആയിക്കൊള്ളണം എന്നില്ലല്ലോ ഇനിയിപ്പോൾ എൻ്റെ എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ എക്സാം ഹോളിന് അകത്തിരിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും എക്സാം ഹോളിൽ എന്ന ടെൻഷനാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. എന്ന് വെച്ചാൽ ഫിസിക്സ് എക്സാമിന് പിന്നെയുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഫുള്ള് കവർ ആകുമോ എന്നുള്ളത്. ഞാൻ ഏകദേശമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്, ഈ ഒരു റിഗ്രറ്റിൻ്റെ ഫീലിംഗ്. Day 1 തൊട്ട് PYQ നോക്കിയില്ല, NCERTക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തു. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല, അത് ശരിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ബട്ട് NCERTക്ക് അത്രയും ടൈം കൊടുക്കാൻ പാടില്ലായിരുന്നു. മേ ബി ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ലൈൻ ബൈ ലൈൻ NCERT വീഡിയോ കണ്ടിട്ട് ഒപ്പം ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ NCERT ആദ്യം PYQ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് NCERT നോക്കിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഓർഡറിനകത്ത് തന്നെ എടുക്കുന്ന ഒരു സ്കൂളിൽ ചേർന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. സോ ഭയങ്കര ഒരു, എനിക്കറിയാം ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും, ഫിസിക്സിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. Day 1 തൊട്ട് തന്നെ PYQ ചെയ്യണമായിരുന്നു, Day 1 തൊട്ട് തന്നെ റിവൈസ് ചെയ്യായിരുന്നു. ചിലർക്ക് ഉണ്ടാവും Day 1 തൊട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. അത് ശരിക്കും ഒരു വാലിഡ് ആയിട്ടുള്ള സംഭവമല്ല. കാരണം ഞാൻ Day 1 തൊട്ട് പഠിക്കുന്നുണ്ട്. ബട്ട് എൻ്റെ മെത്തേഡ്സ് എല്ലാം അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു അന്നത്തെ ഇതുവരെ ഉണ്ടായിരുന്ന മെത്തേഡ്. കാരണം ഐ വാസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഔട്ട്. എനിക്ക് ഗൈഡൻസ് തരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനോ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്തിയ വേറൊരാൾ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതെല്ലാം മിസ്റ്റേക്സ് ആണെന്ന്. സോ അതില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ 10th ക്ലാസ്സിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ +1 കണ്ടാൽ മതിയായിരുന്നു. +1 കണ്ടിരുന്നെങ്കിൽ മേ ബി ഞാൻ PYQ Day 1 തൊട്ട് തുടങ്ങുമായിരുന്നു. ലൈക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബുക്ക് വാങ്ങുക, PYQ ഫുള്ളുള്ള ബുക്ക് വാങ്ങുക, PYQ ഫുള്ളുള്ള ബുക്ക് വാങ്ങിയിട്ട് അത് ഫുള്ളിരുന്ന് ചെയ്യണമായിരുന്നു Day 1 തൊട്ട് തന്നെ. ഈ ഒരു റിഗ്രറ്റിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്ട്രീം എപ്പോഴേ അറിയും. എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ തോന്നിയിട്ടുണ്ടാവും, എല്ലാ സ്റ്റുഡൻറ്റിനും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിഗ്രറ്റ് വരുമ്പോൾ. എനിക്ക് എന്തെങ്കിലും ടൈം മെഷീൻ, എന്തെങ്കിലും സമയത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മെഷീനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പാസ്റ്റ് സെൽഫിനോട് പോയി പറയുമായിരുന്നു, റിവിഷൻ ചെയ്യണം, PYQ ചെയ്യണം. ഇത് NCERT മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. NCERT ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, കോൺസെപ്ച്വൽ സംഭവമൊക്കെ കിട്ടും. ഓക്കെ, ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിയും ഒരു രീതിയിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വായിക്കുമ്പോൾ ഫിസിക്സ് NCERT ആരാണ് എഴുതിയത് അവർക്ക് അങ്ങനെയല്ല, ആരാണോ എഴുതിയത് അവരെന്തിനാ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, ഈ ഒരു സംഭവം ഇതിലാറ് സിമ്പിളാക്കി എഴുതാൻ പറ്റുള്ളൂ, പിന്നെ എന്തിനാ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയിരിക്കണമെന്ന് പോലും നമുക്ക് പോകുന്ന രീതിയിലാണ് അവർ NCERT എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ടും അതിരുന്ന് വായിക്കുന്നതിനേക്കാൾ നല്ലതിപ്പോൾ PYQ ചെയ്താൽ മതിയായിരുന്നു. ക്ലാസ്സിനകത്തുള്ള മര്യാദക്ക് അത്ര തന്നെ പഠിച്ചിട്ട് പിന്നെ PYQ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റ് വരുന്നുണ്ട്. PYQ ചെയ്താൽ മതിയായിരുന്നു, പിന്നെന്താ നല്ല രീതിയിൽ റിവൈസ് ചെയ്താൽ മതിയായിരുന്നു, എല്ലാ ഇക്വേഷൻസും കാണാപ്പാടം തന്നെ മെമ്മറൈസ് തന്നെ ചെയ്താൽ മതിയായിരുന്നു. കാരണം ഞാൻ മെമ്മറൈസേഷന് ഭയങ്കര എതിരെയായിരുന്നു, ഫുൾ കോൺസെപ്ച്വലി തന്നെ പഠിക്കണമായിരുന്നു എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. സോ ദിസ് ഈസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻസ് ഓഫ് എ ക്ലാസ് 12 കഴിയാൻ പോകുന്ന ഒരു കുട്ടി. മിക്കവാറും +1 10 കുട്ടികൾ കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ 10th ക്ലാസ്സിലെ വെർഷനിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളാണ് ചെയ്യുക. 10th പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കാര്യങ്ങളാണ് ചെയ്യുക. കാരണം 10th കഴിഞ്ഞ് എനിക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു.
അതിനെപ്പറ്റി മേ ബി വേറെ വീഡിയോ ഉണ്ടാക്കാം. അല്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഇൻട്രസ്റ്റിനകത്തുള്ള ഒരു സ്ട്രീം തന്നെ ചൂസ് ചെയ്യണം. എനിക്ക് സയൻസും കൊമേഴ്സും രണ്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ സയൻസ് എടുത്താലും ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല, കൊമേഴ്സ് എടുത്താലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ലായിരുന്നു. രണ്ടും എനിക്ക് ഈക്വലി ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയായിരുന്നു, ഈക്വലി ഇഷ്ടമുള്ള സ്ട്രീമായിരുന്നു. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഈക്വലി ഇഷ്ടമുള്ള സബ്ജക്ട്സ്, ആ സബ്ജക്ട്സ് ഉള്ള സ്ട്രീം തന്നെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആ സബ്ജക്ട്സ് ഐസൊലേറ്റ് ചെയ്ത് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ തന്നെ ചേരുക. എൻട്രൻസ് കോച്ചിങ് ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻട്രൻസിൽ ചേരുക. അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ 10th വരെ ഏത് സ്കൂളിലാണോ പഠിച്ചത്, 11th അപ്പോൾ ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എത്ര തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്താലും അത് ചിലപ്പോൾ ഡെലിവർ ചെയ്തോളണമെന്നില്ല. മേ ബി ഇറ്റ് കുഡ് ബി കംപ്ലീറ്റ്ലി സ്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തും സംഭവിക്കാം. നിങ്ങൾ വിചാരിച്ച എക്സ്പെക്റ്റേഷൻസിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നും, ഉറപ്പായിട്ടും തോന്നും. സോ ഡെഫിനറ്റ്ലി 10th കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്, എക്സ്പീരിയൻസ് സ്കൂൾസിൽ ചേരുക. ബട്ട് 11th എന്നോട് പറയാനുള്ളത് ഇതാണ്, ഡേ 1 തൊട്ട് PYQ ചെയ്യണം. ഡേ 1 തൊട്ട് PYQ ചെയ്താൽ മതിയായിരുന്നു. ഈ വീഡിയോ കാണുന്ന വേറെ ആളുകൾക്ക് സെയിം തോട്ട് ഉണ്ടാവും. ബട്ട് അത്ര പ്രശ്നം എന്താ, ഡേ 1 തൊട്ട് തന്നെ PYQ ചെയ്താൽ മതിയായിരുന്നു, ഡേ 1 തൊട്ട് തന്നെ റിവിഷൻ ചെയ്താൽ മതിയായിരുന്നു. ഈ ഒരു റിഗ്രറ്റ് എനിക്ക് രാവിലെ ഒരുപാട് നേരം എൻ്റെ ടൈം കുറേ കളഞ്ഞു. സത്യം പറഞ്ഞാൽ കളഞ്ഞതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ളൊരു സംഭവം തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഞാൻ 10th കണ്ടിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ഗുണമായിരുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ എനിക്കിപ്പോൾ തോന്നാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി വേറെ ആർക്കെങ്കിലും അങ്ങനെ സെയിം മിസ്റ്റേക്ക് പറ്റാതിരിക്കും. അപ്പോൾ അത് എൻ്റെയും ഒരു ഹാപ്പിനെസ് പോലെയാവും. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരാൾ ഒരുപാട് എഫേർട്ട് കൊടുത്തു. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 10th വരെ കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി ടൈമും അതുപോലെ തന്നെ എഫേർട്ടെല്ലാം ഞാൻ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ യൂസ് ചെയ്ത സ്റ്റഡി മെത്തേഡ്സ് അല്ലെങ്കിൽ ഭയങ്കര എൻജോയബിൾ സ്റ്റഡി മെത്തേഡായിരുന്നു. എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, എന്തായാലും ഒരു 10-12 കൊല്ലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ, വിച്ച് ഈസ് 10-12 അല്ല 20-25 കൊല്ലത്തോളം നിങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് ഈസ് 1/3 ഓഫ് യുവർ ലൈഫ്. ആ 1/3 ഓഫ് യുവർ ലൈഫ് നിങ്ങളിങ്ങനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, 10 കഴിഞ്ഞ് +2 എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി അത്രയൊരു നല്ല സംഭവമല്ലേ. നിങ്ങളുടെ ക്ലാസ് ടൈം ആണെങ്കിൽ പോലും 8, 9, 10 മണിക്കൂറുണ്ട്. സോ അത്രയും നേരം നിങ്ങൾ ഈ ഒരു ടൈം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 1/3 ഓഫ് യുവർ ലൈഫ് നിങ്ങൾ ഈ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാതെ കളയാണ്. അത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺസെപ്റ്റുവലായിട്ട് പഠിക്കാനായിരുന്നു ആഗ്രഹം. ബട്ട് അത് കാരണം അത് ഒരുപാട് ടൈം എക്യുപ്പ് ചെയ്തു. അന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. MCQ ആണെങ്കിൽ പോലും നീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 50 ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ഡെയിലി ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റ് വരുന്നുണ്ട്. എനിക്കറിയാം അത് എക്സാം ടൈമിൽ എല്ലാവർക്കും വരുന്ന റിഗ്രറ്റാണ്. എക്സാം ടൈമിൽ തോന്നും അന്നേ പഠിച്ചാൽ മതിയായിരുന്നു. ബട്ട് ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന പോരല്ല ഞാൻ അന്ന് പഠിച്ചത്. ഞാൻ NCERT ആണ് ഫോക്കസ് ചെയ്തത്. NCERTൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള അത്ര ടൈം കിട്ടില്ല. ഈ റിവിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള സംഭവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. റിവിഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ്, ഈക്വൽ ടൈം തന്നെ ന്യൂ ഇൻഫർമേഷൻ പഠിക്കുന്നതിന് എത്ര തന്നെ കൊടുക്കണം എന്നുള്ള റിഗ്രറ്റും എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു എന്നുള്ളതാണ്. എല്ലാം ഞാൻ ചെയ്ത് ട്രയൽ ആൻഡ് എറർ ആയിട്ടാണ് പഠിച്ചത്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഞാൻ അൺജെയ്ഡഡ് ജെയ്ഡ് എന്ന് പറയുന്ന യൂട്യൂബർ, അത് ഓൺലി സ്റ്റഡി ഗൈഡ് യു വിൽ എവർ നീഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിരുന്നു. അതിലൊരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു സ്പേസ് റിപ്പീറ്റേഷൻ, ആക്റ്റീവ് റീകോൾ, ഇങ്ങനത്തെ സ്റ്റഡി മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ബട്ട് എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ചിലപ്പോൾ ചെയ്ത് പഠിക്കാത്തോടത്തോളം കാലം ഇങ്ങനത്തെ ലെസൺസ് ഒന്നും മനസ്സിലാവില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം മേ ബി ഞാൻ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്കിതെല്ലാം മനസ്സിലായത്, അല്ലേ? കാരണം എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ അന്നാന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. ബട്ട് എനിക്കറിയില്ല ഇത് CBSEയുടെ കേസ് മാത്രമാണെന്നോ. ബട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. വേറൊരു ഭയങ്കര തമാശയായിട്ടുള്ളൊരു സംഭവം, ഞാനിപ്പോൾ എക്സാമിൻ്റെ തലേന്നല്ലല്ലേ, നാളെയാണ് എക്സാം, മറ്റന്നാളാണ് എക്സാം.
ഈ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് തോട്ട്സ് ഒക്കെ വരാറുള്ളത്. സത്യം പറഞ്ഞാൽ ഓവർ തിങ്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും റിലേറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ. ഇത് എല്ലാവർക്കും തോന്നാറുണ്ട്. ഓരോരോ നമ്മളിതുവരെ ആലോചിക്കാത്ത ടൈപ്പ് തോട്ട്സ് എല്ലാം ഈ ടൈമിലായിരിക്കും കയറി വരിക. ഭയങ്കര ഫണ്ണിയാണ് ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഹൗ വി ആർ റിയാക്ടിങ്, എവറിത്തിങ് ചേഞ്ചസ്. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഒന്നും കാണിക്കില്ല, ബട്ട് ഇൻസൈഡ് യു എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. ലൈക്ക് അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഈ ഒരു റിഗ്രറ്റ് അല്ലേ? യാ, അപ്പോൾ ഈ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്ന ഫീലിംഗ് ഭയങ്കര ഒരു എന്തോ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈം മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പാസ്റ്റിൽ പോയിട്ട് എല്ലാം മാറ്റുമായിരുന്നുള്ളൊരു ഇത് ചിലപ്പോൾ എൻ്റെ ഒരു കേസിൽ ഈ ഒരു PYQ സോൾവ് ചെയ്യാത്തതാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാത്തതാവും. ബട്ട് വേറൊരു കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോൾ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ വരും. ഞാൻ അന്നത് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, വീണ്ടും. ഐ മീൻ ടീനേജേഴ്സ് എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. സോ അതിനെപ്പറ്റി വെറുതെ അങ്ങനെ സംസാരിച്ചാൽ എനിക്ക് ഇഷ്ടമായി. ബട്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത് തന്നെ 10th 11th കുട്ടികൾ പ്ലീസ് എൻ്റെ ബാക്കി പ്ലീസ് കേൾക്കുക. PYQ ഡേ 1 തൊട്ട് തന്നെ ചെയ്യുക. ഡേ 1 തൊട്ട് അന്ന് ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചത് അതിൻ്റെ PYQ ചെയ്ത് കഴിഞ്ഞിട്ട് NCERT എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ, ഐ മീൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ടൈമും ആലോചിക്കണം. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 തൊട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടാവും. അപ്പോൾ NCERT ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് പഠിച്ച ഒരു പ്രശ്നമില്ല, എല്ലാത്തിനും സമയം ഉണ്ടാവും. ഇപ്പം ഞാൻ NCERT അടിപൊളിയായിട്ട് ഡീപ്പായിട്ട് കവർ ചെയ്യുന്നു, അതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് അവസാനം എനിക്ക് റിവൈസ് ചെയ്യാനും ടൈം ഉണ്ടാവും, PYQ ചെയ്യാനും ടൈം ഉണ്ടാവും, എല്ലാത്തിനും ടൈം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് പോയേ. ബട്ട് ഇൻ റിയാലിറ്റി അത്ര ടൈം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതെല്ലാം റിയലൈസ് ചെയ്ത് അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വട്ടം ചെയ്താൽ മാത്രമേ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. അന്ന് ഇൻ മൈ ലൈഫ് അന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ദാറ്റ് വാസ് ദ ബെസ്റ്റ് തിങ്. ഇതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് റിഗ്രറ്റ്. ഞാൻ കുറേ കാലമായിട്ട് റിഗ്രറ്റ് ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്യുന്നത്. ലൈക്ക് അന്നത്തെ ഷമീമിന് ദാറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ആ ഒരു നോളേജ് അവനുള്ളായിരുന്നു. അവൻ്റെ വിചാരം NCERT ഫുൾ കറക്റ്റായിട്ട് കവർ ചെയ്യുക, ആ ഒരു സംഭവമാണ് ഏറ്റവും നല്ലത് എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. വേറൊരു നോളേജ് കിട്ടൽ പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളായിരുന്നു. അപ്പം ആ ഒരു നോളേജ് വെച്ചിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ അല്ലേ? വേറൊരു ലോജിക്ക് യൂസ് ചെയ്യാനുള്ള കഴിഞ്ഞില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാൾ എനിക്ക് ഇതാണ് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നാറ്, റിഗ്രറ്റിനെ ബാറ്റിൽ ചെയ്യാൻ. അന്ന് അതായിരുന്നു ബെസ്റ്റ് ഡിസിഷനായിട്ട് തോന്നിയത്. അപ്പം അന്നത് എടുത്തു. അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അറ്റ് മൊമെൻറ്റ് എന്തൊക്കെ ഇൻഫർമേഷനാണ് നമ്മുടെ മൈൻഡിലുള്ളത് അതിനനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അന്ന് അതായിരുന്നു ബെസ്റ്റ് ഡിസിഷൻ. അപ്പോൾ അന്നത് ചെയ്തു. സോ ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. ഞാൻ ടോപ്പ് റിഗ്രറ്റ് ചെയ്യുന്നത് ഡേ 1 തൊട്ട് PYQ ചെയ്യാത്തത്. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എൻട്രൻസിനാണേലും ശരി, എന്തിനാണേലും ശരി, ഡേ 1 തൊട്ട് തന്നെ PYQ ചെയ്യണം എന്നുള്ള റിഗ്രറ്റാണ്. ഐ മീൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു പല സ്റ്റുഡൻസിനൊന്ന്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു വീഡിയോ ഞാൻ 10 കണ്ടിരുന്നെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പുസ്തകം വായിച്ചു. ഇതൊരു ഫോറിൻ ബുക്കാണ്. എന്ന് വെച്ചാൽ അലി അബ്ദാൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും, പ്രൊഡക്ടിവിറ്റി സ്പേസിലുള്ളതാണ്. അതുപോലെയുള്ളൊരു സ്റ്റഡി യൂട്യൂബറാണ് അൺജൈഡഡ് ജൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇതൊരു പുസ്തകത്തിൽ എനിക്കറിയായിരുന്നു ഈ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ സയൻസ് എന്താണെന്ന്. പെട്ടെന്ന് മറക്കും, ഇന്ന് പഠിച്ചതിൻ്റെ 70%, 80%, അങ്ങനെ എന്തോ വലിയ കണക്ക്, പിറ്റേ ദിവസം തന്നെ നമ്മൾ മറന്നു പോകും. ഇതെല്ലാം എനിക്കറിയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചു NCERT ചെയ്യാൻ നല്ല ടൈം എടുക്കും, സത്യമാണ്. ഒരു ഡേ ഫുള്ള് അതിന് പോയി. അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പോലും ഞാൻ മാറ്റി വെച്ചില്ല. അപ്പോൾ നമ്പർ 1 ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാത്ത, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും റിഗ്രറ്റ് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം കൊടുത്തിരുന്നു. ബട്ട് ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് എത്താത്തത് കാരണം, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ട്രയൽ ആൻഡ് എറർ ചെയ്യാത്തത് കാരണം എനിക്ക് അറിയില്ലായിരുന്നു. 10th പോലും ഞാൻ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സമയം കൊടുത്ത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന്, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരേണ്ടതെന്ന്. ഞാൻ എപ്പോഴും എൻ്റെ ചാനലിൽ പറയാറുണ്ട്, ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്നുള്ള എൻ്റെ അഡ്വൈസ് എടുക്കാതിരിക്കുക. ആരുടെയും അഡ്വൈസ് ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കണം എന്ന് പറയില്ല, കാരണം എല്ലാവർക്കും വേറെ പോലെയാണ്. അപ്പോൾ ബട്ട് മിസ്റ്റേക്സ് 99% ഓഫ് ദ കേസ് എല്ലാവർക്കും വരുന്ന സെയിം ആയിരിക്കും. അതാണ് അഡ്വൈസസ്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം, സ്റ്റഡി മെത്തേഡ്സ് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ളത്. പല സ്റ്റഡി മെത്തേഡ്സ് കേൾക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അതിനകത്ത് ഏതാണ് ബെസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതൊക്കെ സെറ്റാണ്. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മിസ്റ്റേക്സ്, എനിക്ക് വന്ന മിസ്റ്റേക്സ് തന്നെ എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണാത്ത ഒരുപാട് പേർക്ക് വരാൻ പോകുന്നുണ്ടെന്ന്.
കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിരുന്ന സംഭവമാണ് NCERT കവർ ചെയ്യണം, NCERT കവർ NCERT കവർ ചെയ്യണം, എന്നാലേ നീറ്റ് കിട്ടുള്ളൂ. ഐ മീൻ നീറ്റ് കഴിഞ്ഞിട്ടില്ല, എനിക്കിതൊക്കെ ഇപ്പം തന്നെ പറയാനുള്ള ഒരു അർഹത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് മേ ബി എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവാം ഈ ഒരു NCERT വായിച്ചതുകൊണ്ട്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പവർ മേ ബി കൂടിയിട്ടുണ്ട്. ഞാൻ NCERT വായിക്കണ്ടെന്നല്ല പറയുന്നത്, എന്തായാലും ചെയ്യണം. ബട്ട് അതിൻ്റെ ടൈം ലിമിറ്റേഷൻ നല്ലോണം നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ വിചാരിക്കും ഡേ 1 തൊട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ NCERT കവർ ചെയ്യാനും എല്ലാത്തിനും ടൈം ഉണ്ടാവുമെന്ന്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. നമ്മൾ വിചാരിക്കുന്നേക്കാൾ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. സോ അത് ഭയങ്കര ടൈം ലിമിറ്റിൽ ചെയ്ത് PYQ ചെയ്യാൻ മറക്കാതെ. നമ്പർ വൺ റിവിഷൻ ആണോ PYQ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്പർ 1 PYQ ചെയ്യുന്നതായിരിക്കും. നമ്പർ 1 റിവിഷൻ തന്നെയാണ്. കാരണം PYQ ചെയ്താലും ഞാനിപ്പോൾ ഈ +2 തന്നെ കുറേ 10 years PYQ ഫുള്ള് ചെയ്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. 10 year PYQ കുറച്ച് മുന്നേ തന്നെ. ബട്ട് അതിലെയും കുറേ സംഭവങ്ങൾ മറന്നു പോയിട്ടുണ്ട്. മേ ബി പലരുടെയും വിചാരമായിരിക്കും ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവം മറക്കില്ല. അതും തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്കിലും നിങ്ങൾക്ക് മറക്കാൻ കഴിയും. എന്ത് കാട്ടിയാലും കറക്റ്റ് റിവിഷൻ സംഭവങ്ങൾ ലൈക്ക് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ, ഇതും ഈ ഫാൻസി പേരൊന്നും ഒന്നുമല്ല. സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്നൊരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അത് നാളെ ഒന്നുകൂടി നോക്കണം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കണം, പിന്നെ ഒരു മാസം കഴിഞ്ഞ് നോക്കണം. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കറക്റ്റ് റെപ്പിറ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോ ബുക്സിലൊക്കെ മേ ബി വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമാണ് തോന്നും. പിന്നെ ആക്റ്റീവ് റീകാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഭവം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പൊത്തി പിടിച്ചൊക്കെ പഠിക്കില്ലേ, ലെഫ്റ്റ് സൈഡിൽ ഒരു സാധനം ഉണ്ടാവും, എന്നിട്ട് റൈറ്റ് സൈഡിൽ അത് പൊത്തി പിടിച്ചിട്ട് അവിടെ എന്താണെന്നുള്ളത് പറയാം. എന്ന് വെച്ചാൽ ഫ്ലാഷ് കാർഡൊക്കെ അല്ലേ, ഒരു സൈഡ് നമുക്ക് കാണിച്ചു തരും, മറ്റേ സൈഡ് നമ്മൾ പറയണം, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഉച്ചരിക്കണം, എന്നിട്ട് അത് ശരിയാണോ നോക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം കാണാതെ അത് നമുക്കത് പറയാൻ കഴിയുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഇത് എഴുതി നോക്കുക. ഈ സംഭവത്തിനാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുക. അല്ലെങ്കിൽ വേറെ ഇപ്പം ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം പഠിച്ചു, വായിച്ചിട്ടാണ് പഠിച്ചത്, വീണ്ടും പഠിക്കാൻ വേണ്ടി വായിക്കുക, വീണ്ടും പഠിക്കാൻ വേണ്ടി വായിക്കുക. ഇങ്ങനെ വായിക്കുന്നത് ഭയങ്കര പാസീവായിട്ടുള്ള പ്രോസസ്സാണ്, ആക്റ്റീവായിട്ടുള്ള റീകോൾ അല്ല. ഓക്കെ, സോ കാരണം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനകത്ത് നമ്മൾ വായിക്കാനല്ല പോകുന്നത്, നമ്മൾ ആക്ച്വലി എഴുതാനാണ് പോകുന്നത്. സോ നമ്മൾ ഔട്ട്പുട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻപുട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് അത്രത്തോളം ഇമ്പ്രൂവ് ആവണമെന്നില്ല. ഇതെല്ലാം എൻ്റെ സംഭവമല്ല, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള നോളേജാണ്. ആക്റ്റീവ് റീകോൾ, സ്പേസ്ഡ് റെപ്പിറ്റേഷൻ ആണ് ഏറ്റവും നല്ല സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്ന ബുക്സ് ഒരുപാടുണ്ട്. ഇതെല്ലാം ഇതാണ് ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം എനിക്ക് അറിയുന്ന കാര്യമായിരുന്നു, എനിക്ക് അറിയായിരുന്നു. ബട്ട് ഇതുവരെ ഞാനത് ഫീൽ ചെയ്തില്ലായിരുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എത്രത്തോളം ആണെന്ന് ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓ മൈ ഗോഡ് അല്ലേ. ജസ്റ്റ് ഞാൻ വെറുതെ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിഷ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +1 CBSEയോ അല്ലെങ്കിൽ സ്റ്റേറ്റോ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ട് കാരണം എൻ്റെ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോയിൽ നിന്ന് സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ നിന്ന് സന്തോഷം കിട്ടുക വേറെ ഒന്നും കൊണ്ടെല്ലാം ആയിരിക്കില്ല. എൻ്റെ മിസ്റ്റേക്സ് വേറൊരാൾ ഈ ഒരു വീഡിയോ കണ്ടത് കാരണം, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഏതെങ്കിലും വീഡിയോ കണ്ടത് കാരണം റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക. സോ പറഞ്ഞു വന്നാൽ നമ്പർ 1 റിഗ്രറ്റ്, മര്യാദക്ക് റിവൈസ് ചെയ്യാത്ത. മേ ബി ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു 4 പാഠം പഠിച്ചു, ആ 4 പാഠത്തിലെയും ഒരു ക്വസ്റ്റ്യൻ എന്നും ചെയ്തു പോവുക, അല്ലെങ്കിൽ 10 പാഠം പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്നും ചെയ്തു പോവുക എല്ലാ പാഠത്തുനിന്നും. അങ്ങനെയൊക്കെ മേ ബി ഇതൊക്കെ ഞാനിപ്പോൾ പറയുമ്പോൾ വേറൊരു സൈഡ് ഉണ്ട് ഈ ഒരു കോയിന്. എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നാണ്ട്. ഇത് ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ ലൈഫിലെ റിഗ്രറ്റ്സ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ആലോചിക്കും വേറെ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. ഭയങ്കര വിയേർഡ് ഫീലിംഗ് ആണ് സത്യം പറഞ്ഞത്. ഇതിനെപ്പറ്റി എന്താണ് എല്ലാവരും സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. സ്റ്റുഡൻസിന് പൊതുവേ നല്ല വരുന്ന ഒരു ഫീലിംഗ് ആണിത്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. വീഡിയോ യൂട്യൂബിലല്ലെങ്കിലും ആരും അങ്ങനെ അത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്നവരുണ്ട്, എങ്കിലും ഇതിനെപ്പറ്റി ആരും പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അഗെയിൻ റിഗ്രറ്റ് നമ്പർ 1 റിവൈസ് ചെയ്തില്ല. റിഗ്രറ്റ് നമ്പർ 2 PYQ മര്യാദക്ക് ചെയ്തില്ല. റിഗ്രറ്റ് നമ്പർ 3 എക്സ്പീരിയൻസ്ഡ്
ടീച്ചേഴ്സ് ഇല്ല, അടുത്തടുത്തല്ല. എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അടിപൊളിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. +2 കഴിയാനായി. ഇനി വെറും 3 പരീക്ഷ. സോ 3 ദിവസം മാത്രമേ ഈ ഒരു ജേണി, ഈ 3 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ ലൈഫ് കഴിയും. കാരണം 3 ദിവസം എന്ന് ഉദ്ദേശിച്ച് 3 ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 3 എക്സാംസ് എഴുതി കഴിഞ്ഞാൽ യുവർ സ്കൂൾ ലൈഫ് ഈസ് ഓവർ. നിങ്ങൾ 14-15 വർഷമായിട്ട്, എനിക്ക് വയസ്സ് എത്ര നിങ്ങൾ ആലോചിക്കണം. എനിക്ക് 18 വയസ്സാണ്. അതിനകത്ത് 14 വയസ്സ് ഐ ഹാവ് ബീൻ ഇൻ സ്കൂൾ, LKG തൊട്ട് നോക്കുകയാണെങ്കിൽ. സോ 18 വർഷത്തിൽ വെറും 4 വർഷമാണ് സ്കൂളല്ലാതെ നിങ്ങൾ എന്താണ് സമയം കൊടുത്തിട്ടുള്ളത്. ഹൂ ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ആ 14 വർഷം വെറും 18-ലെ 4 വർഷം സ്കൂൾ അല്ലാത്തതായിട്ടുള്ളൂ. ഈ 14 വർഷത്തെ ജേണിയുടെ എൻഡാണ് വരാൻ പോകുന്നത്. സോ ഭയങ്കര മിക്സ്ഡ് ഫീലിങ്സ് ആണ്. ഇങ്ങനത്തെ ഓരോ റിഗ്രറ്റ്സ് വരുത്തിയിട്ടെന്ന് പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ വീണ്ടും പറയാണ്, റിവിഷൻ വേണം, PYQ ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കൂളിൽ തന്നെ എന്തെന്നെ പറഞ്ഞ് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല അഡ്മിനിസ്ട്രേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അടിപൊളിയായിരുന്നു, ബട്ട് അവരുടെ മാനേജ്മെൻറ്റ് നല്ലതല്ലായിരുന്നു. ഇത് ഞാൻ മേ ബി വേറൊരു വീഡിയോയിൽ ഭയങ്കര ലെങ്തി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഈ വീഡിയോ തന്നെ ലെങ്തി ആയിട്ടുണ്ട്. കൂടുതൽ ആളുകളും ഞാൻ മിക്കവാറും ഈ ഒരു വീഡിയോ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഞാൻ തന്നെ കാണുമ്പോൾ ഭയങ്കര തമാശയായിരിക്കും എന്ന് എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയായിരിക്കും വലിയ സ്ട്രഗിൾസ്. ഇപ്പോൾ ഇതൊക്കെയായിരിക്കും ഏറ്റവും വലിയ റിഗ്രറ്റ്. എനിക്ക് ടൈം മെഷീൻ കിട്ടിയെങ്കിൽ ഞാൻ ബാക്കിൽ പോയിട്ട് ശരിയാക്കാൻ മാത്രമുള്ള മിസ്റ്റേക്ക് ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. ബട്ട് മേ ബി ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നൊന്നുമില്ല. ഇത് ഭയങ്കര ക്ലീശേ ഡയലോഗാണ്. ബട്ട് എങ്കിലും നമുക്കിതൊരു വലിയ പ്രശ്നമായിരിക്കും. നമ്മൾ ചെയ്ത എനിക്കിത് സത്യം പറയാലോ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ഇത്രയും ടൈം കൊടുത്തിട്ടും എനിക്ക് അറിഞ്ഞിട്ടും എഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ്സ് എന്താണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊട്ടത്തരം കാണിച്ചത്. പൊട്ടത്തരമല്ല സത്യം പറഞ്ഞത്. കാരണം അന്നത്തെ ടൈമിൽ ഐ വാസ് ആക്ച്വലി മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്. NCERT വായിച്ചിട്ട് ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ മൈ കോൺഫിഡൻസ് വാസ് ഇൻക്രീസിങ്. എല്ലാം സത്യമാണ്. ബട്ട് ടൈമാണ് ഞാൻ ഓക്കെ, മൂന്നാമത്തെ റിഗ്രറ്റ് മേ ബി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത. ഒരു എക്സാമിനകത്താണെങ്കിൽ പോലും ഇത്ര ടൈമിനകത്ത് ചെയ്യണം എന്നുള്ള പോലെ, ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ടൈമിനകത്ത് ഇത് എന്നുള്ളൊരു സംഭവം, ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ അത് ഓടിക്കൊണ്ടേയിരിക്കും. കാരണം എനിക്ക് 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 1.5-2 മാസം കൊണ്ട് ഫിസിക്സിൻ്റെ NCERT +1 മാത്രമാണ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം I was a beginner. അങ്ങനെയുണ്ട്. NCERT ആദ്യമായിട്ട് വായിക്കുന്ന ആളെടുത്ത് വലിച്ചെറിമിക്കാറും, പ്രത്യേകിച്ച് +1 സ്റ്റുഡൻസ്. ഓക്കെ, +1 സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, NCERT മേ ബി ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ക്ലാസ്സിലിരുന്നിട്ട് തന്നെ NCERT ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഓരോന്നും തോന്നും. ബട്ട് പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും ഞാൻ ചിലപ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ആദ്യം തന്നെ ഫസ്റ്റ് ഡേ ഇരുന്ന് PYQ ചെയ്തിരുന്നത് മേ ബി എനിക്ക് പ്രാക്ടിക്കൽ ആയിരിക്കില്ലായിരുന്നു. അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന 10ലെയും +1ലെയും കുട്ടികൾ, നിങ്ങൾ ഫസ്റ്റ് ഡേ മേ ബി ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കും, നിങ്ങൾക്ക് കിട്ടില്ല. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്, പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾക്ക് അറിയാത്ത കോൺസെപ്റ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. നിങ്ങൾക്ക് മറ്റേ ഖാൻ അക്കാഡമി എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അതിനകത്ത് മഹേഷ് ഷെനോയുടെ ഫിസിക്സ് വീഡിയോസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്, അടിപൊളി കോൺസെപ്റ്റുവൽ വീഡിയോസ് ആണ്. സോ ഈ ഒരു ചാനൽ എനിക്ക് +1 തുടങ്ങുമ്പോൾ അറിയില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്, PYQ ഡേ 1 തൊട്ട് തന്നെ ചെയ്യണമെന്ന് എനിക്ക് +1 അറിയില്ലായിരുന്നു. തുടങ്ങുമ്പോഴോ മിഡിലോ പല കാര്യങ്ങളും ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. കെമിക്കൽ ബോണ്ടിങ് ഫസ്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് ഭയങ്കര പാവാണ്. നമുക്കൊന്നും അറിയില്ല. +1 കയറുമ്പോൾ +1 10ാം ക്ലാസ്സും +1 തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒറ്റ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒറ്റ ആളും ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി വലിയൊരു വീഡിയോ ആണിത്. ഇത് ആരും കാണാൻ പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ബട്ട് ഞാനെങ്കിലും മേ ബി 5-6 വർഷം കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് എടുത്ത് വെക്കാം. പറയാൻ പറ്റില്ല. മേ ബി ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലേ വ്യൂവേഴ്സ് കുറച്ചൊക്കെ. നമ്മുടെ ഒരു ഫാമിലി തന്നെ ഇപ്പോൾ ഈ ഒരു ചാനലിനുണ്ട്. ബട്ട് അറിയില്ല. പിന്നെ ഞാൻ എന്തോ പറയാൻ വരുമായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എവിടെ എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോസ് കണ്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നൊരു സംഭവം, ഞാൻ ഇത്രയും പഠിച്ചെന്നൊന്നും ഒരു കാര്യമില്ലേ. കാരണം ഈ ഒരു 4 ദിവസം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും, ഞാൻ ഡെയിലി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും, ഇപ്പോൾ മാത്രം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ മാർക്ക് സെയിം ആവുമായിരുന്നു. ബട്ട് മേ ബി അതിൻ്റെ ആൻസർ സെയിം ആകില്ല. കാരണം ഇത്രയും പഠിച്ചതിൽ
അല്ലെങ്കിൽ ഡെയിലി പഠിച്ചതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ. ശരിയാണ്, ഞാൻ കുറേ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ബട്ട് മേ ബി ആ മിസ്റ്റേക്സ് ചെയ്തത് കാരണമായിരിക്കും മേ ബി 10, 12, 15 ആൾക്കാർ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഈ ഒരു വീഡിയോ വെച്ചിട്ടായിരിക്കാം. ഞാൻ കാണാത്ത വീഡിയോ, എനിക്ക് കാണണമായിരുന്നു എന്ന് ആഗ്രഹമുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് എല്ലാം ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് ഓൾമോസ്റ്റ് വീഡിയോസൊക്കെ വെച്ചിട്ട് എല്ലാ സംഭവവും നിങ്ങൾക്കറിയാം. സൈലത്തിൻ്റെ വീഡിയോ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് വീഡിയോ ആയാലും വേദാന്തുയുടെ വീഡിയോ ആയാലും അതിനകത്ത് അവരെല്ലാം കവർ ചെയ്യില്ല. ചില സംഭവങ്ങളൊക്കെ മിസ്സായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനും ടെൻഷൻ ഉണ്ടാവും, അത് ഇതിനകത്ത് കവറായിട്ടില്ലല്ലോ. ബട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പിന്നീട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ അല്ല നമ്മൾ സ്വയം ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് സ്വയം ഫുള്ള് ചെയ്യാൻ തന്നെ കഴിയാത്താവുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോവാം. ബട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടാണ്. ഞാൻ ഫിസിക്സിൽ എല്ലാവർക്കും വരുന്നൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ഞാൻ ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഫീലിംഗ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മേ ബി ഇത് തന്നെ ആയിരിക്കും. എനിക്കിതാണ് ബെറ്റർ. എൻ്റെത് കണ്ടിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വീഡിയോയുടെ കവർ ചെയ്ത്. ഇനി ഞാൻ നാളെ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെറിവേഷൻസ് ഈ വീഡിയോ വേറെ എപ്പോഴെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല തോന്നുന്നു. CBSE ഫിസിക്സ് ബോർഡ് എക്സാം March 4th 2024 നടക്കുന്ന എക്സാമിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, വിച്ച് ഈസ് മറ്റന്നാളെ. ഓക്കെ, നാളെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് ഒരു 200 to 300 PYQ, 200 സാധാ ക്വസ്റ്റ്യൻസും ഒരു 100 MCQയും ചെയ്യണം. പിന്നെ ഡെറിവേഷൻസ് എല്ലാം എഴുതി പഠിക്കണം. പിന്നെ ഇക്വേഷൻസ് എല്ലാം എഴുതി പഠിക്കണം. പിന്നെന്താ പിന്നെ ഇതന്നെ മെയിനായിട്ട് സംഭവമുള്ളൂ. ഡെറിവേഷൻസ്, ഇക്വേഷൻസ്, PYQ ചെയ്യാം. അതാണ് നാളെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് മൈ പ്ലാൻ ഫോർ ടുമോറോ. സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ലൈവ് സ്ട്രീമിങ് ഡെയിലി സ്റ്റഡി വിത്ത് മീ, അത് മിക്കവാറും നാളെ തൊട്ട് ഞാൻ റിസ്യൂം ചെയ്യും. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് ഞാൻ ലൈവ് ഒന്നുമില്ലാതെ മര്യാദക്ക് എത്രയോ മണിക്കൂറാണോ ഞാൻ കരുതിയത് അത്രയും ഞാൻ ചെയ്യുന്നു. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇങ്ങനത്തെ ഓവർ തിങ്കിങ് ഫീലിങ്സ് എല്ലാ സ്റ്റുഡൻസിനും എക്സാം ടൈമിൽ മാത്രം നോക്കി വരുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് എന്ന് ഞാൻ ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കാൻ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസിൽ കുറച്ച് ഓവർ ഓപ്പൺ ആവുന്നുണ്ടോ, കുറച്ച് ഓവർ ഓണസ്റ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് അത് അതുപോലെ പറഞ്ഞു പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളെന്താ പറഞ്ഞു വന്ന് ഓക്കെ എന്താ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ മറക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ നാളത്തെ പ്ലാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യണം. ലൈവ് സ്ട്രീമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തന്നെ. സോ ലൈവ് സ്ട്രീം ഇന്ന് ഞാൻ വിചാരിച്ച ലൈവ് സ്ട്രീം ഇല്ലെങ്കിലും എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയും. ബട്ട് ഇങ്ങനത്തെ തോട്ട്സൊക്കെ വന്ന് അപ്പോൾ നാളെ തൊട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി വിത്ത് മീ ലൈവ് ചെയ്ത് നോക്കാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും മേ ബി ബെറ്റർ. രാവിലെ തന്നെ തുടങ്ങിക്കൊള്ളണമെന്നില്ല, മേ ബി ചിലപ്പോൾ ഉച്ചക്കോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ തുടങ്ങുള്ളൂ. സോ അത് വെച്ചിട്ട് നിങ്ങൾ രാവിലെ തൊട്ട് തന്നെ പഠിക്കാതിരിക്കേണ്ട. ഓക്കെ, സോ മേ ബി ഉച്ചയ്ക്ക് തുടങ്ങുള്ളൂ, മേ ബി ഉച്ചയ്ക്ക് മുന്നേ തുടങ്ങാം, പറയാൻ പറ്റില്ല. ബട്ട് നാളെ തൊട്ട് എനിക്ക് തോന്നുന്നു ഡെയിലി സ്റ്റഡി വിത്ത് മീ ചെയ്യുന്നതിനായിരിക്കും ബെറ്റർ. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് സ്റ്റഡി വിത്ത് മീ ലൈവ് ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല, വെറുതെ ഒരു ടെസ്റ്റിംഗ് പോലെ, ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, മലയാളത്തിൽ ആരും ചെയ്യാത്തൊരു സംഭവമല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ലൈവ് സ്ട്രീം ഒന്നും ചെയ്തിട്ടില്ല. സോ അത് ചെയ്ത് നോക്കാമെന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ബട്ട് പിന്നെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ ഒന്നുകൂടെ കഴിയുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന്. എനിക്ക് പിന്നെ ഡൗട്ട്സ് വന്നു, ഇത് തീരെ വീഡിയോ ക്വാളിറ്റി ഇല്ലല്ലോ, ഇതൊന്നും ആർക്കെങ്കിലും ഉപകാരമാവും എന്നൊക്കെ എനിക്ക് സംശയം വന്നിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും മേ ബി സ്റ്റഡി മീ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷമാണ്. നിങ്ങൾ ആലോചിച്ച് ഈ ഒരു ഓൺലൈനിലെ സംഭവമാകുമ്പോൾ, ഓൺലൈനിൽ വീഡിയോ പോകുമ്പോൾ ഇതൊന്നും നമുക്ക് അത്ര റിയലൈസ് ചെയ്യാൻ കഴിയില്ല. എത്രത്തോളം ഒറ്റ ആളുടെ ലൈഫ് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതന്നെ സംഭവമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരാൾ നിങ്ങൾ കാരണം അവർക്ക് ഭയങ്കര ബെനിഫിറ്റ്, എന്ത് ചെറിയ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ. അതേപോലെ തന്നെ 3-4-5 ആളുകളിൽ സ്റ്റഡി വിത്ത് മീ ലൈവ് ചെയ്യുന്നത് അവർക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ വി വിൽ ബി കണ്ടിന്യൂയിങ് ഇറ്റ്. അതായിരിക്കും കുറച്ചൊക്കെ എഫേർട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവരുടെയും മുന്നിൽ 3 hours ഫുൾ സ്ട്രീം ചെയ്യാൻ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. എനിക്കും അത് തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം ഇന്നൊക്കെ കണ്ടില്ലേ ഓരോ തോട്ട്സൊക്കെ വന്ന കാരണം
പഠിക്കുന്നത് കുറയുന്നതൊക്കെ, ഇതൊക്കെ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. ഞാൻ ഇതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എനിക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കാതിരിക്കുന്നത് ജസ്റ്റിഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ടാകുന്ന ഒരു വെറി എനിക്കുണ്ട്. കാരണം ഇത്ര ഓണസ്റ്റായി ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഒരിക്കലും തോന്നരുത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട്. ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കിയിട്ട് പഠിക്കാനിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അത് ഡെഫിനറ്റ്ലി കീപ്പ് ഇൻ മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര ഓണസ്റ്റായിട്ട് ഫുൾ സിൻസിയറായിട്ട് എല്ലാം പറയുന്നത്, ഒന്നും എടുത്തു വെക്കാതെ. സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വരുന്ന സംഭവമാണ് ക്ലാസ് 12 കഴിഞ്ഞിട്ട് എന്ത്, ഇനി വരുമോ എന്ന് പരീക്ഷ കഴിഞ്ഞാൽ ക്ലാസ് 12 കഴിഞ്ഞു ഗൈസ്, യുവർ സ്കൂൾ ലൈഫ് ഈസ് ഓവർ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫീലിംഗ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ +2 കഴിയാം, എന്നിട്ട് അതൊക്കെ ആലോചിക്കാം. ചെറുതായിട്ടൊന്ന് മനസ്സിൽ ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അധികമൊന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ നമുക്കിത് സെറ്റാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരുന്നത് റിഗ്രറ്റ്സ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു, ബട്ട് വലിയ വീഡിയോ ആയിരുന്നു, എനിക്ക് സംശയമുണ്ട്. ജസ്റ്റ് ഒരു ഓണസ്റ്റ് ചിറ്റ് ചാറ്റ് പോലെ ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നമ്മുടെ റിഗ്രറ്റ്സ് പറഞ്ഞു, പിന്നെ ഇപ്പം എന്താ നമ്മുടെ കുറച്ച് സ്റ്റഡി അപ്ഡേറ്റ്സ് പറഞ്ഞു, പിന്നിപ്പോൾ എന്താ അവസാനമായിട്ട് പറഞ്ഞ ലൈവ് സ്റ്റഡി വിത്ത് മീയുടെ അപ്ഡേറ്റ്സ് പറഞ്ഞു. ഈ 3 സംഭവമാണ് ഈ വീഡിയോക്കകത്തുള്ളത്. ബട്ട് വലിയ വീഡിയോ ആയിട്ടുണ്ടോ സംശയമാവുന്നുണ്ട്. അപ്പോൾ പിന്നിപ്പോൾ എന്താ, ഫിസിക്സ് പേടിയുണ്ടോ? എക്സാം ചെറുതായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ സംഭവം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് 1-2 ഫ്രണ്ട്സിനോട് ചോദിച്ചിരുന്നു, അവർക്കൊക്കെ പേടിയുണ്ട്. എല്ലാവർക്കും പേടിയുണ്ട് ഗൈസ്. സോ ഇറ്റ് ഈസ് നോർമൽ. പേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടെൻഷനായിട്ട് ഒന്നും പഠിക്കാത്തതിനേക്കാൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ 4 ദിവസമായിട്ടും ഒന്നും പഠിക്കാതെ ഇരുന്ന കുട്ടികളുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെയാണെങ്കിൽ പോലും അടുത്ത ദിവസം എങ്കിലും കുറച്ച് ശരിയാണ്. ഇത് പറയാൻ ഭയങ്കര സിമ്പിളാണ്, എനിക്കും പറയാൻ ഭയങ്കര സിമ്പിളാണ്. 4 ദിവസം വേസ്റ്റ് ചെയ്താലും 5ാമത്തെ ദിവസം നല്ല പഠിക്കുന്നതാണ് ഒന്നും ചെയ്യാത്തതിനേക്കാൾ ബെറ്റർ. അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടും, അല്ലെങ്കിൽ നാളെ ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഫുൾ കഴിയുമെന്ന് പേടിയുണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും ചെയ്യുന്നതാണ് ഒന്നും ചെയ്യാത്തതിനേക്കാൾ ബെറ്റർ എന്ന് പറയാൻ ഭയങ്കര സിമ്പിളാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്കും ഭയങ്കര എനിക്കും അത് ചെയ്യാൻ ഭയങ്കര ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലോട്ട് അങ്ങനെ ആണെങ്കിൽ പോലും പഠിക്കുക എന്നുള്ള മെൻ്റൽ സ്റ്റേറ്റിൽ എത്താൻ ബുദ്ധിമുട്ടാണ്, സത്യമാണ്, ഒക്കെ സത്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മേ ബി കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് ലെസ്സായാൽ തന്നെ നമ്മളാലേക്കും കുറച്ചുകൂടെയൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ 4 ദിവസം പഠിക്കാതെ 5ാമത്തെ ദിവസം മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും കിട്ടുന്ന മാർക്കായിരിക്കും മേ ബി അന്നും പഠിക്കാത്തതിനേക്കാൾ ബെറ്റർ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പം എന്തൊക്കെയോ ഈ വീഡിയോയിൽ അങ്ങനെ ഇങ്ങനെയും മിക്സർ ഗ്രൈൻഡറിൽ കുറച്ച് വെജിറ്റബിൾ ഇട്ട പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ, വെജിറ്റബിളാണ് മിക്സർ ഗ്രൈൻഡറിലിട്ട് എന്താ വെച്ചാൽ ഫ്രൂട്ടോ എന്താ വെച്ചാൽ സാധനം ഇടുന്ന പോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സം ഓണസ്റ്റ് തോട്ട്സ്. ഓക്കെ, എൻ്റെ ജസ്റ്റ് തോട്ട്സ് ആണ്. സോ അത്രയുള്ളായിരുന്നു ഈ വീഡിയോയിൽ. ഇതുവരെ കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും മരത്തിൻ്റെ ഇമോജി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ വെറുതെ എന്തൊക്കെയോ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് ഓണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് വേറെ ആൾക്കാർക്ക് കണ്ടപ്പോൾ ദേ ലൈക്ഡ് ഇറ്റ്. എങ്ങനെയൊക്കെയോ അവർ അത് അവർക്ക് ഒന്നുകൂടിയും ഒരു കമ്പനി കിട്ടിയ പോലെയോ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്തവരുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് സത്യം പറഞ്ഞാലേ. ഓക്കെ, വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അല്ലാത്ത ഇങ്ങനെ ഓണസ്റ്റ് വീഡിയോസ് ഇട്ടിട്ട് വലിയ കാര്യമൊക്കെ ഉണ്ട്. വേറെ എന്താ ഇത്ര കാര്യം? ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻ്റർനെറ്റിനകത്ത് ഒരുപാട് ഫേക്ക് അൺറിയലിസ്റ്റിക് സാധനങ്ങൾ കണ്ട് ഭയങ്കര മടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഞാൻ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിനാണ്. ഇൻസ്റ്റാഗ്രാമിനകത്ത് അവരുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങൾ മാത്രമേ ആൾക്കാർ പോസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് വ്ളോഗ്സ് ആയാലും ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഗെറ്റപ്പിൽ, മറ്റേ ആണുങ്ങളാണെങ്കിൽ ഫുൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായിട്ട് സംസാരിക്കുന്ന ഇതുപോലും ഒരു തെറ്റും വരാതെ സംസാരിക്കുക. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ പിന്നെ പറയേണ്ട ഫുൾ മേക്കപ്പ്, ഫുൾ സിൻഡ്രല്ല ഔട്ട്ഫിറ്റ്, അങ്ങനത്തെ വീഡിയോസ് ഒരുപാട്. അങ്ങനെ അല്ലാതെ വരുന്ന വീഡിയോസും ഉണ്ട്. ബട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ അൺറിയലിസ്റ്റിക് പെർഫെക്ഷനിസ്റ്റിക് റീൽസ് ഓഫ് യുവർ ലൈഫ് മാത്രമേ ഇൻ്റർനെറ്റിന് ഉള്ളൂ എന്നുള്ളൊരു സംഭവം എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ബട്ട് അതൊക്കെ മാറ്റണം എന്നും എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ മലയാളത്തിനകത്ത് സ്റ്റഡി ട്യൂബിനകത്ത് ഓണസ്റ്റ് സംഭവങ്ങൾ പറയുന്ന ആരും ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് വേറൊരു റീസണാണ് ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. പിന്നെ അവസാനത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്. മേ ബി ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ദേ വിൽ ഫീൽ വിയേർഡ്. +2 കഴിയുന്നതിനെ പറ്റിയൊരു
വീഡിയോ +2 കഴിയാൻ നേരത്തെ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ഇതുപോലത്തെ തോട്ട്സ് ഒക്കെ തോന്നുന്ന ടൈപ്പ് ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത്ര മതി, എന്തൊക്കെയോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ. സോ അത്രേ ഉള്ളായിരുന്നു ഈ വീഡിയോ അല്ല, അല്ലെങ്കിൽ വലിയ വീഡിയോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ 3-4-5 മണിക്കൂർ സംസാരിച്ച് പോകും. മനസ്സിൽ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു എക്സാം ടൈമിനകത്തൊക്കെ നമുക്ക് പറയാനുണ്ടാവും. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. ആരും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ജസ്റ്റ് യുവർ ഫീലിങ്സ്, യു ഷുഡ് ബി ഓപ്പൺ അബൌട്ട് ഇറ്റ്. എന്താ എല്ലാവർക്കും സെയിം ഫീലിംഗ് തന്നെയാണ്. സോ നത്തിങ്സ് റോങ് വിത്ത് ദാറ്റ്. കമൻറ്റ് സെക്ഷനിൽ വി ക്യാൻ ഹാവ് എ ചാറ്റ്. ഞാൻ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. നമ്മുടെ പോലെ വേറെ ഒരുപാട് പേരുണ്ട്, ദേ ആർ ഓൾസോ ഗോയിങ് ത്രൂ ദ എക്സാക്ട് സെയിം തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തോ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ എന്തായാലും ഇത്ര മതി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകും. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.